പുതിയ പാർട്ടി രൂപീകരിക്കാൻ സംസ്ഥാനത്തെ ജനതാദൾ നേതൃത്വം. സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. ജനതാദൾ ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, എങ്ങനെയാണ് ജനതാദളിൽ ചർച്ചകൾ നടക്കുന്നത്? കേന്ദ്രത്തിൽ NDAക്കൊപ്പമാണ്, സംസ്ഥാനത്ത് അങ്ങനെയല്ല. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ജനതാദൾ ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? വിവരങ്ങൾ. തന്നെ JDSന്റെ ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായതിന് പിന്നാലെ തന്നെ കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ദേശീയ തലത്തിൽ NDAയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി എങ്ങനെയാണ് LDFൽ തുടരുന്നതെന്ന ചോദ്യം പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെച്ചതാണ്. അപ്പോഴെല്ലാം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്ന നിലപാട് തങ്ങൾ ദേശീയ നേതൃത്വത്തിനൊപ്പമല്ല, സംസ്ഥാന നേതൃത്വം പ്രത്യേക നിലപാടെടുത്തുകൊണ്ട് ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ സാങ്കേതികമായി NDAയുടെ ഭാഗമായിട്ടുള്ള പാർട്ടി തന്നെയായിരുന്നു ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പാർട്ടി, സംസ്ഥാന തലത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാം എന്ന ആലോചനയിലേക്ക് NCPയുടെ സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഇടതുമുന്നണിയിലെ ചെറു ഘടകകക്ഷികൾ ഉണ്ട്. അത് NCP, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് B തുടങ്ങിയ പാർട്ടികളുമായി, RSP ലെനിസ്റ്റ് അടക്കമുള്ള പാർട്ടികളുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഇവരെല്ലാം കൂടി ചേർന്നൊരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കാമെന്ന ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. JDSും NCPയും തമ്മിലുള്ള പ്രാഥമിക ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ജനതാ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു പാർട്ടിയാകണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഇടതുമുന്നണി മുന്നോട്ട് വെച്ചതാണ്. അതിനിടയിലാണ് RJDയിലേക്ക് ശ്രേംസ് കുമാറിന്റെ പാർട്ടി ലയിക്കുന്നത്. അവർ RJD ആയി നിലനിൽക്കുകയാണ്. പിന്നീട് JDSന് ഇനിയുള്ള ഓപ്ഷൻ, അതായത് ഇനി അവർക്ക് മുന്നിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ ചെറു പാർട്ടികളുമായി ലയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഒരു പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇടതുമുന്നണി നേതൃത്വം അതിന് അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നണി നേതാക്കളും ഈ പാർട്ടിയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ധന്യ.